മച്ചാൻ ഒരു ഫയൽ നമ്മുടെ ഗെയിമിലേക്ക് 100 ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഈ 100 ബൈക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഈ ഫ്ലാഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ ഗെയിമിലേക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കൂടെ ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ട്രാക്ടറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ ട്രാക്ടറും കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലേക്ക് എടുക്കാൻ പറ്റുന്നതും ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്, എന്നാലേ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കത്തത്തില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം മച്ചാൻ വരും നമ്മുടെ ഗെയിമിലേക്ക് പുതിയ 100 ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഈ 100 ബൈക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മച്ചാൻ വരും നമ്മുടെ 100 ബൈക്കിൻ്റെ ലിങ്കും കാര്യങ്ങളും ലിങ്കായിട്ടാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നമ്മുടെ 100 ബൈക്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഈ ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ലിങ്കില്ലാത്ത അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾ ക്രോമിൽ പോയതിനു ശേഷം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. റോയൽ എൻഫീൽഡ് 100 ബൈക്കും കാര്യങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് അവിടെ ഡൗൺലോഡിന് 2 ഓപ്ഷനും കാര്യങ്ങളാണ്, മേളിലും കാണാം അതുപോലെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അവിടെ നിന്ന് പോയി നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഡൗൺലോഡും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ റോയൽ എൻഫീൽഡിൻ്റെ 100 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാര്യങ്ങളും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്താണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഇടേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ലിങ്ക് കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. അതിനുശേഷം പറയാവുന്നതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരെ ഗെയിമിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷമാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഗെയിമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നേരെ ഞാനാണെങ്കിൽ വീടിൻ്റെ പുറത്ത് വന്നതിന് ശേഷം ഫോൺ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. ഫോണിനകത്ത് RGS മെനു എന്ന് പറയുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാത്തിനകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ RGS മെനു കാര്യങ്ങൾ എടുത്തതിന് ശേഷം ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരെ നമ്മുടെ ഫയൽ മാനേജറിലോട്ട് നേരെ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഫയൽ മാനേജറിനകത്ത് വന്നിട്ട് എൻ്റെ അകത്താണ് ഈ ഫോണിൻ്റെ അകത്ത് തന്നെയാണ് കിടക്കുന്ന സാധനം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും താഴോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഒരു ഫോൾഡറും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ. RGS മെനു എന്ന് പറയുന്ന ഒരു ഫോൾഡറും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഇപ്പം ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ ലിങ്ക്സും കാര്യങ്ങളും നിങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് അവിടെ കൊണ്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഫയൽസ് കാര്യങ്ങളുണ്ട്, തപ്പി കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. അപ്പം അത്രയും മെനക്കെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ്. എൻ്റെ ഗെയിമിൻ്റെ അകത്തോട്ട് 100 ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗെയിമിലേക്ക് ഇത് ആഡ് ആകുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി നോക്കേണ്ടതാണ്. ആഡ് ആകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആഡ് ആയെന്ന് പറ്റുന്നില്ലെങ്കിൽ എന്താണ് റീസണും കൂടെ ഒന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന രീതി എങ്ങനെ അത് കാണിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ എത്ര പേർക്ക് ഈ 100 ബൈക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടാണ് 100 ബൈക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും വേറെ കിടക്കില്ലെങ്കിൽ സാധനമായിട്ടാണ് നമ്മുടെ 100 കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഒരെണ്ണം കൂടി ഇങ്ങനെ തന്നെ രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് 100 കാര്യങ്ങളൊക്കെ. RGS മെനു എടുത്ത് ഞാൻ ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് ഞാൻ പോകണം 100ൻ്റെ ഫയലും കാര്യങ്ങളും നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ RGS മെനു എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ വന്നേക്കുന്ന പുതിയ ഐറ്റംസും കാര്യമുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കോപ്പി പേസ്റ്റോ അല്ലെങ്കിൽ മൂവോ ചെയ്തിട്ടാൽ മതി. അത് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല, അത് വർക്കാവില്ല, നിങ്ങൾ പേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ 100Xൻ്റെ നമുക്ക് ഇങ്ങനത്തെ രീതിയിലല്ല, നമുക്ക് വേറെ രീതിയിൽ കൊണ്ടുവരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ മെത്തേഡും കാര്യങ്ങളും കൊണ്ടുവരുന്ന രീതിയാണ്. നമുക്കാണെങ്കിൽ മോഡ് ഓൺ ചെയ്തതിന് ശേഷം കോപ്പി വേണമെങ്കിൽ കൊടുത്താൽ ഇഷ്ടംപോലെ ബൈക്കിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ മൈക്ക് വേണമെങ്കിൽ നമുക്ക് പൊക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഡിലീറ്റ് എന്ന് കൊടുത്താൽ ഡിലീറ്റ് ആകുന്നതായിരിക്കും. അപ്പം അതൊക്കെ കൊണ്ട് നമുക്ക് 100Xന് അങ്ങനെയും നമുക്ക് മൾട്ടിപ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. 100Xൻ്റെ മാത്രമല്ല ബാക്കി എല്ലാ ഐറ്റംസും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നെ RGS വെച്ചിട്ട് നമുക്ക് വേറെ ടൂളും കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ടൂളിൻ്റെ അത് RGS ടൂളിനകത്ത് കയറിയിട്ട് RGS ടൈപ്പ് ചെയ്ത് തന്നെ നമുക്ക് ഈ സാധനം കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതിനൊരു ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്യത്യാസം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ അതിൻ്റെ അകത്താണെങ്കിൽ അറ്റ് എ ടൈമിൽ ഒരെണ്ണം മാത്രമേ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് പ്രിഫർ ചെയ്യാത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫ്ലാഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങൾ എന്താ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് ഫ്ലാഗാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണം. ഏത് കൺട്രിയുടെ ഫ്ലാഗും കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്, നമുക്കൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഈ ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ
ഗെയിമിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. വരാൻ പോകുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഫ്ലാഗും കാര്യങ്ങൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള കാർ, നമുക്ക് ഈ ഒരു കാർ മാത്രമല്ല ഏതൊരു കാറിനകത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫ്ലാഗും കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്കൊരു കാറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ കാര്യങ്ങളൊക്കെ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കാറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനാണ്. കാറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് മോഡിഫിക്കേഷനൊക്കെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ ഓപ്ഷൻ്റെ അകത്താണ് വരുന്നതെന്ന് കുറേ പേർക്ക് ഡൗട്ടായിരിക്കും. എന്നാൽ മോഡിഫിക്കേഷൻ്റെ ഓപ്ഷൻ്റെ അകത്തല്ല നമുക്ക് ഈ ഒരു ഫ്ലാഗും കാര്യങ്ങളുടെ ഓപ്ഷൻ വരുന്നത്. നമുക്ക് RGS ടൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളില്ല. RGS ടൂളിനകത്ത് ഫ്ലാഗ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇവർ നമ്മൾ അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റേ RGS ടൂളിനകത്ത് കയറി ഫ്ലാഗ് ഓൺ എന്ന് ഓടിച്ചു തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലാഗും കാര്യങ്ങളും വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷനും കാര്യങ്ങളും വരുന്നതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പക്ഷേ ചെറിയൊരു ചേഞ്ചും കാര്യങ്ങൾ ഈ പ്രാവശ്യം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം നമുക്ക് എല്ലാ കൺട്രീസിൻ്റെയും ഫ്ലാഗും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് എല്ലാ കൺട്രിയുടെ ഫ്ലാഗും കാര്യങ്ങളും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഇതുപോലെ കാർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും വന്ന പോലെ തന്നെ നമുക്കൊരു ഫ്ലാഗിന് ഒരു ഓപ്ഷനും കാര്യങ്ങളും വരാൻ പോകുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ ചോദിച്ചത്, നിങ്ങൾക്ക് ഏത് കൺട്രിയുടെ ഫ്ലാഗും കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെന്നും കൂടെ ചോദിച്ചത്, കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഏത് ഫ്ലാഗാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനുപോലെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന അപ്ഡേറ്റിലേക്ക്, ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിലേക്ക് എന്ന് വെച്ചാൽ ജൂലൈ മാസത്തിലായിരിക്കും നമ്മുടെ അപ്ഡേറ്റ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. ജൂലൈ മാസം തുടക്കത്തിലെ വീക്കിലായിരിക്കും നമുക്ക് അപ്ഡേറ്റ് കാര്യങ്ങളും കിട്ടാൻ പോകുന്നത്. ആ ഒരു അപ്ഡേറ്റിനകത്തായിരിക്കും നമ്മുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫ്ലാഗ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ കമൻറ്റ് മാക്സിമം ചെയ്യുമ്പോഴത്തേക്ക് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടുന്നതാണ്. അപ്പോൾ ഡിമാൻഡിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആകുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രമിക്കേണ്ടതാണ്. അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവരത്തുള്ളൂ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും. അതുപോലെ തന്നെ ഫ്ലാഗിന് വേറെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുറേ ഫീച്ചേഴ്സും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നമുക്ക് ഫ്ലാഗ് വേണമെന്ന് പറഞ്ഞാൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെവലപ്പറോട് സംസാരിക്കുകയാണ്. ആ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മച്ചവരെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ട്രാക്ടറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ ട്രാക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ട്രാക്ടറിനും നമുക്ക് ലിങ്ക് വഴി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഡെവലപ്പർ അതിൻ്റെ പണി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്, ഒരു 90% കഴിയാറായിട്ടുണ്ട് നമ്മുടെ ട്രാക്ടറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉടനെ തന്നെ മിക്കവാറും 2 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ട്രാക്ടറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എത്രത്തോളം പേര് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേര് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും. അപ്പോൾ ആ ഡിമാൻഡിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ട്രാക്ടറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം എത്രത്തോളം പേർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം പേർക്ക് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എത്ര പേർക്ക് ഒരു ഈ DJ ട്രാക്ടറും കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം അതിനനുസരിച്ച് നമുക്കത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഡെവലപ്പറോട് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പറിൻ്റെ കയ്യിൽ. നമ്മുടെ ഡെവലപ്പറിനോട് ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഡെവലപ്പർ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിനി വരാൻ പോകുന്ന അപ്ഡേഷനകത്ത് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ആഡ് ആകാൻ പോകുന്നുണ്ട്. ആ ഫീച്ചേഴ്സും കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് ഞാൻ വരുന്ന വീഡിയോസിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ RGS മെനുവിൻ്റെ അകത്ത് പുതിയ ബൈക്സും അതുപോലെ തന്നെ പുതിയ കാർസും അതുപോലെ തന്നെ പുതിയ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. RGS മെനുവിൻ്റെ അകത്ത് വെച്ച് തന്നെ ക്യാരക്ടേഴ്സിന് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഡെവലപ്പർ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. വരുന്ന ദിവസങ്ങൾ തന്നെ മിക്കവാറും 2 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അതിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ക്യാരക്ടേഴ്സൊക്കെ നിങ്ങളുടെ ഗെയിമിലേക്ക് ഇനിയും കുറേ ക്യാരക്ടേഴ്സിന് ആഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് വെച്ച് നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിൻ്റെ വ്യക്തമായിട്ട് ഏതൊക്കെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നത് നമുക്ക് ഡെവലപ്പറിൻ്റെ കയ്യിൽ സംസാരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെയും കൂടെ സപ്പോർട്ടും കാര്യങ്ങൾ വേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ ഡെവലപ്പർ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കമൻറ്റ്സ് ശ്രദ്ധിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പോകുന്നത്. അപ്പോൾ ആലോചിക്കുന്ന സമയത്തായിരിക്കും നമ്മളും കയറിയും ചോദിക്കുന്നത്. അപ്പോഴെങ്കിലും ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറയുന്നത് ഇന്നുപോലെ കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കും ഇങ്ങനെ പറയാൻ വേണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ടുവരാൻ പറയാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ
മാക്സിമം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് മാത്രമേ നമുക്കിതൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വന്ന അപ്ഡേറ്റിനകത്ത് നമുക്ക് കുറച്ച് പ്രോപ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. നമുക്ക് ആ ഒരു കാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആഡ് ചെയ്ത് തന്നത്. കാറും പിന്നെ RGS മെനുവിൻ്റെ അകത്ത് കുറച്ച് ലിങ്ക്സും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് പ്രോപ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കുറേ പേര് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പ്രോപ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ, പ്രോപ്സ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സിനകത്ത് ഇഷ്ടംപോലെ പ്രോപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്, ഡെവലപ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്തൊക്കെ പ്രോപ്സും കാര്യങ്ങളാണ് വരുന്നതെന്നും. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ പുതിയ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാറും ഒരു ബൈക്കും കൂടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ കാറും ആ ഒരു ബൈക്കും ഏതാണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ വരുന്ന വീഡിയോസിൽ അറിയിക്കത്തുള്ളൂ. അതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊന്ന് ഗെസ് ചെയ്ത് ഏത് കാറാണ് ഏത് ബൈക്കാണ് വരുന്നത് നിങ്ങൾക്കൊന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാർ തന്നെയായിരിക്കും വരുന്നത് നിങ്ങൾക്ക് നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം അതിനും കൂടി ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ വേറൊരു ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും.